ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. അതേ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എനിക്ക് ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പറയുവാനുള്ളൊരു ദൈവിക ആലോചന, നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ പിതാവുണ്ട്. പ്രവാചകൻ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: എങ്കിലും യഹോവേ, നീ ഞങ്ങളുടെ പിതാവാകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം ശ്രേഷ്ഠമേറിയ ഒരു ദൈവിക ആലോചനയാണ്, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവിക വചനമാണ്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗീയ പിതാവ്, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന സ്വർഗീയ പിതാവ്. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഇപ്രകാരമാണ് പറയുന്നത്: ഞങ്ങൾ കളിമണ്ണാണ്, നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് Thou art the potter. യെസ് ലോർഡ്, യു ആർ ദ പോട്ടർ. കർത്താവ് അവൻ ഒരു കുശവനാണ്, നമ്മെ വാർത്തെടുക്കുന്ന, നമ്മെ പണിതെടുക്കുന്ന ഒരു സ്വർഗീയ പിതാവ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പ്രവാചകനെ കർത്താവ് ഒരു കുശവൻ്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ പ്രവാചകൻ കാണുന്നൊരു കാഴ്ച, കുശവൻ്റെ കയ്യിൽ ആ കളിമണ്ണ് ചീത്തയായിപ്പോയി. ആ സമയത്ത് ആ കുശവൻ ആ കളിമണ്ണിനെ എടുത്തിട്ട് തനിക്ക് ഇഷ്ടമുള്ള പ്രകാരം മറ്റൊരു പാത്രമാക്കി മാറ്റുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18 അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, കർത്താവ് നമ്മുടെ കുശവനാണ്. കർത്താവ് നമ്മെ തൻ്റെ ഹിതപ്രകാരം പണിതെടുപ്പാൻ വേണ്ടി നാം ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. നമ്മുടെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം. പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ ആ നല്ല കുശവൻ്റെ കയ്യിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്.